ഇന്നത്തെ വീഡിയോയിൽ ചെറുതായിട്ട് ഒരു ഗാർഡൻ അറേഞ്ച്മെൻറ്റും അതുപോലെ എൻ്റെ കയ്യിലുള്ള സാധാരണക്കാർക്ക് വളർത്താൻ പറ്റിയ കുറച്ച് പ്ലാന്റുകളെയൊക്കെ നിങ്ങളെ പരിചയപ്പെടുത്തി തരാം. അതായത് ഗാർഡൻ ഒന്ന് ക്ലീൻ ചെയ്യാനുണ്ട്. അപ്പം ക്ലീൻ ചെയ്യുന്നതിനിടയ്ക്ക് നമുക്ക് ഗാർഡൻ ക്ലീനിങ് മീൻസ് കുറച്ച് ഉണങ്ങിയ പൂക്കളും ഇലകളും ഒക്കെ കട്ട് ചെയ്യാനുണ്ട്. അപ്പോൾ നിങ്ങളെ ആ ഒരു പ്ലാന്റുകളും നിങ്ങളെ പരിചയപ്പെടുത്താമെന്ന് കരുതി. അപ്പോൾ ഈ ഒരു ഭാഗത്തുള്ള പ്ലാന്റുകളൊക്കെ ഒന്ന് മാറ്റി കുറച്ച് പ്ലാന്റുകൾ കൂടെ അവിടെ സെറ്റ് ചെയ്തെടുക്കണം. നല്ല വെയിലല്ലേ, അപ്പോൾ കുറേ പ്ലാന്റുകളൊക്കെ കുറച്ച് സ്ഥലത്തു നിന്ന് മാറ്റേണ്ടതുണ്ട്. അപ്പോൾ ആ ഒരു ഭാഗം നമ്മളൊന്ന് ക്ലിയർ ആക്കി എടുക്കുകയാണ്. ഒരു മാറ്റം അത് എല്ലാവരും ആഗ്രഹിക്കുന്നില്ലേ. അപ്പോൾ എപ്പോഴും നമ്മളിങ്ങനെ ഗാർഡനിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ കൊണ്ടുവരുവാണെങ്കിൽ ഗാർഡൻ കുറച്ചും കൂടെ ഭംഗിയായിരിക്കും. ഗാർഡൻ ഭംഗിയാക്കുന്നതിനോടൊപ്പം നമുക്കും ഒരു സന്തോഷമാണ്. ചെറിയ ചെറിയ മാറ്റങ്ങൾ വരും, നമുക്കും ഒരു സന്തോഷമല്ലേ. അപ്പോൾ ഈ ഒരു ഭാഗത്ത് യുജീനിയ പ്ലാന്റുകളൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാമെന്ന് കരുതി. അതിനിടയിൽ കുറച്ച് ഡ്രസീന പ്ലാന്റ്സും ഒക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് ഈ ഒരു ഭാഗം ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി സാധാരണക്കാർക്ക് പറ്റിയ പ്ലാന്റുകളിൽ ആദ്യത്തെ പ്ലാന്റ് ഇതാണ്, ബ്ലീഡിങ് ഹേർട്ട്. നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റാണ്. അതിൻ്റെ ഫ്ലവറൊക്കെ കരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം. അപ്പോൾ അത് ഞാൻ മൊത്തം ഒന്ന് ഉണങ്ങിയ ഇലകളും അതുപോലെ ഫ്ലവേഴ്സും ഒക്കെ ഒന്ന് കട്ട് ചെയ്ത് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. രണ്ടാമത്തെ ഒരു പ്ലാന്റ് നമ്മുടെ വാടാമല്ലിയാണ്. നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റാണ് കേട്ടോ. ഇത് എല്ലാ കാലത്തും നമ്മുടെ ഗാർഡൻ ഭംഗിയാക്കും. അതുപോലെ തന്നെ വിങ്ക പ്ലാന്റ്. ഇതിൻ്റെ പ്ലാന്റുകൾ ഇപ്രാവശ്യം എൻ്റെ കയ്യിൽ കുറവാണ്, എങ്കിലും നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റാണ്. ഇനി ഈ ഒരു സീസണിൽ ഗാർഡൻ ഏറ്റവും ഭംഗിയാക്കാൻ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന, നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ട അല്ലെങ്കിൽ ഏറ്റവും പ്രാധാന്യമുള്ള ഒരു പ്ലാന്റാണ് ബോഗൻവില്ല. അത് നാടൻ പ്ലാന്റ് ആയാലും ഹൈബ്രിഡ് ആയാലും ഭംഗിയുള്ളൊരു പ്ലാന്റാണ് കേട്ടോ. അതുപോലെ തന്നെ ഫയർ ക്രാക്കർ നമ്മുടെ പ്ലാന്റുകളിൽ ഒട്ടും കെയർ കൊടുക്കേണ്ടാത്ത ഒരു പ്ലാന്റാണ് കേട്ടോ. എല്ലാ സീസണിലും ഇതിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഫ്ലവർ ഉണ്ടാവുകയും ചെയ്യും. ഒരുപാട് കെയറൊന്നും കൊടുക്കണ്ട, കുറച്ച് വളമൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ട് നമ്മുടെ ഗാർഡനെ മനോഹരമാക്കുന്ന ഒരു പ്ലാന്റാണ് ഫയർ ക്രാക്കർ. അതുപോലെ തന്നെ ദയാന്തസ് എല്ലാ സീസണിലും ഫ്ലവർ ഉണ്ടാവുന്ന ഒരു മനോഹരമായ മിനിയേച്ചർ പ്ലാന്റാണ് കേട്ടോ. അതിൻ്റെ ലീഫുകളും അതുപോലെ പൂക്കളും ഒക്കെ ഉണങ്ങിക്കഴിയുമ്പോൾ നന്നായിട്ടൊന്ന് കട്ട് ചെയ്ത് കുറച്ച് വളപ്രയോഗങ്ങളൊക്കെ നടത്തി കഴിഞ്ഞാൽ എല്ലാ സീസണിലും ദയാന്തസിൽ പൂക്കളുണ്ടാവും. ഇതിൻ്റെ ചെറിയ ചെറിയ തണ്ടുകൾ ഉപയോഗിച്ച് നമുക്ക് ചെറിയ തൈകൾ ഉണ്ടാക്കിയെടുക്കാനും കഴിയുന്നതാണ്. ഇല്ലെങ്കിൽ വേരോട് കൂടിയിട്ടുള്ള ചെറിയ തൈകൾ അതിൽ നിന്ന് പൊട്ടിച്ചെടുത്താലും മതി കേട്ടോ. ഇനി നമ്മുടെ റോസ് നമ്മുടെ ഗാർഡൻ ഭംഗിയാക്കുന്ന ഒരു നല്ല പ്ലാന്റാണ്. പ്രത്യേകിച്ച് ബട്ടൺ റോസുകളൊക്കെ ആണെങ്കിൽ നിറയെ പൂക്കളുണ്ടാവും. ഇത് ചെറിയ തൈകളാണ്. ബഡ് റോസ് തന്നെ നടണം എന്നൊന്നുമില്ല. നമ്മുടെ നാടൻ റോസുകളാണെങ്കിലും നിറയെ പൂക്കളുണ്ടാവും. അപ്പോൾ ബട്ടൺ റോസുകൾക്കൊരു പ്രത്യേക ഭംഗിയുണ്ട്. അത് കൊലയായിട്ട് പൂക്കളുണ്ടാകുമ്പോൾ കുറച്ചും കൂടെ ഭംഗിയാണ്. ഒത്തിരി കെയറൊന്നും വേണ്ട. അത്യാവശ്യം ചാണകത്തിൻ്റെ സ്ലറിയൊക്കെ ഒഴിച്ചു കൊടുത്താൽ ഈ ഒരു പ്ലാന്റ് നന്നായിട്ട് പൂക്കളുണ്ടാവുന്നതാണ്. ഇനിയിപ്പോൾ ബാൾസം ചെടീനെക്കുറിച്ച് കൂടുതൽ പറയണ്ടല്ലോ. എല്ലാവർക്കും വളർത്താൻ പറ്റിയൊരു പ്ലാന്റാണ് കേട്ടോ ബാൾസം ചെടി. അതുപോലെ നമ്മുടെ പെൻഡാസ് അടിപൊളിയാണ് കേട്ടോ. ഇഷ്ടം പോലെ ഫ്ലവർ ഉണ്ടാവുന്ന ഒരു പ്ലാന്റാണ് നമ്മുടെ പെൻഡാസ്. അതിൻ്റെ പല വെറൈറ്റീസ് നമുക്ക് നഴ്സറികളിൽ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നമ്മുടെ കലാഞ്ചിയോ, ഇതും നല്ല ഭംഗിയുള്ള വേനൽക്കാലത്ത് നമ്മുടെ ഗാർഡനിൽ ഒരുപാട് ഫ്ലവർ ഉണ്ടാവുന്ന ഒരു പ്ലാന്റാണ്. ഈ കലാഞ്ചിയുടെ ഒരു വെറൈറ്റിയാണ് കേട്ടോ അതങ്ങനെ ഒരുപാട് ഞാൻ കണ്ടിട്ടൊന്നുമില്ല. നല്ലൊരു പ്ലാന്റാണ്. അതുപോലെ കൊഫിയ പ്ലാന്റും ഏത് കാലത്തും നമുക്ക് ഫ്ലവർ ഉണ്ടാവുന്ന ഒരു പ്ലാന്റാണ് കൊഫിയ. ഈ ഒരു പ്ലാന്റിൻ്റെ പേര് എനിക്കറിയില്ല, പക്ഷേ നല്ല ഭംഗിയുണ്ട്. ഫ്ലവർ നിറയെ ആയിക്കഴിഞ്ഞാൽ നല്ല ഭംഗിയുണ്ട്. പക്ഷേ ഇപ്പോൾ ഇത് ഫ്ലവർ ആയി വരുന്നതേ ഉള്ളൂ. ഇനി നമ്മുടെ ചൈനീസ് വയലറ്റ് നല്ല ഭംഗിയുള്ള പ്ലാന്റാണ്. ഒട്ടും കെയർ ആവശ്യമില്ല. കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്താൽ മതി. ഈ ഒരു പ്ലാന്റ് നന്നായിട്ടുണ്ടായിക്കോളും. അപ്പോൾ ഇതുപോലെ വലിയ വിലകളൊന്നും കൊടുത്ത് പ്ലാന്റുകൾ വാങ്ങാതെ സാധാരണ പ്ലാന്റുകൾ ഉപയോഗിച്ച് നമുക്ക് സാധാരണക്കാർക്ക് നമ്മുടെ ഗാർഡനൊക്കെ ഭംഗിയാക്കി മാറ്റിയെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഗാർഡൻ വിശേഷങ്ങളൊക്കെ ഇത്രയൊക്കെയുള്ളൂ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ കാഴ്ചകൾ ഇവിടെ പൂർണ്ണമാവുകയാണ്. മറ്റൊരു നല്ല കാഴ്ചയുമായി അടുത്ത ദിവസം വീണ്ടും കാണാം.